നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. മുഹമ്മദ് സലാം ഇതിഹാസ താരം, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിലൊരാൾ. ലിവർപൂൾ മുഹമ്മദ് സലയാക്കിയ ലിവർപൂൾ എന്ന ക്ലബ്ബ് വിടുന്നു എന്ന വാർത്ത കേട്ടുകൊണ്ടാണ് ഇന്ന് പുലർന്നത്. അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു 9 വർഷം നീണ്ട ലിവർപൂളുമായുള്ള തൻ്റെ ഐതിഹാസികമായ യാത്രയെ അവസാനിക്കുന്നു. ഈ ദിവസം നിർഭാഗ്യവശാൽ ഈ ദിവസം വന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിർഭാഗ്യവശാൽ ആ ദിവസം വന്നിരിക്കുന്നു, താൻ ലിവർപൂൾ വിടുകയാണ്. അദ്ദേഹം വലിയ വിഷമത്തോടെയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഒരു വീഡിയോയിലൂടെയാണ് അദ്ദേഹം നടത്തിയത്. മുഹമ്മദ് സലാ എന്ന ഒരു ഫുട്ബോൾ ഇതിഹാസം 9 വർഷം നീണ്ട, ഏതാണ്ട് ഒരു പതിറ്റാണ്ട് നീണ്ട ലിവർപൂൾ ബന്ധമാണ് അവസാനിപ്പിക്കുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ തന്നെ എക്കാലത്തെയും മികച്ച ഫുട്ബോളർമാരിൽ ഒരാളായിട്ടാണ് അദ്ദേഹം ലിവർപൂൾ വിടുന്നത്. ലിവർപൂളിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ കളിക്കാരിൽ 3-ാമനായിട്ടാണ് അദ്ദേഹം ലിവർപൂൾ വിടുന്നത്. അദ്ദേഹം 435 കളികളാണ് ലിവർപൂളിന് വേണ്ടി കളിച്ചത്. അതിൽ 255 ഗോൾ നേടി, 119 അസിസ്റ്റുകൾ നടത്തി. ഇങ്ങനെ തന്നെ 374 തവണ അദ്ദേഹം ഗോൾ അടിക്കുകയോ ഗോളിൻ്റെ ഭാഗമാവുകയോ ചെയ്തു. അങ്ങനെ വലിയ സേവനമാണ് അദ്ദേഹം ലിവർപൂളിന് വേണ്ടി നടത്തിയത്. അദ്ദേഹം ലിവർപൂളിലുള്ള സമയത്ത് 2 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടങ്ങളും ഒരു ചാമ്പ്യൻസ് ലീഗ് കിരീടവും അടക്കം 8 കിരീടങ്ങൾ ലിവർപൂൾ നേടി. അപ്പോൾ മുഹമ്മദ് സലാ ലിവർപൂൾ വിടുമ്പോൾ ഐതിഹാസികമായ ഒരു താരം ക്ലബ്ബ് ബന്ധമാണ് അവസാനിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് ഓർമ്മ വരിക ലയണൽ മെസ്സി ബാഴ്സ വിട്ട ആ ഒരു കാലത്തെയാണ്. മെസ്സി ബാഴ്സലോണ ബന്ധം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സലാ ലിവർപൂൾ ബന്ധം. അപ്പോൾ അത് അവസാനിക്കുകയാണ്. പുതിയ ക്ലബ്ബ് ഏതാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടില്ല. തീർച്ചയായിട്ടും അത് ഇനിയും കണ്ടെത്തേണ്ടതാണെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ലിവർപൂളിന് വേണ്ടിയുള്ള 9 വർഷത്തെ യാത്രയിൽ ഭൂരിഭാഗം സമയവും അദ്ദേഹം ഗംഭീരമായിട്ടാണ് കളിച്ചത്. പക്ഷേ ഇടയ്ക്കൊക്കെ അവസാന ഘട്ടത്തിലൊക്കെ അദ്ദേഹത്തെ പലപ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടൊക്കെ ക്ലബ്ബ് ഉപയോഗിച്ചിട്ടുണ്ട്. ചിലപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ബെഞ്ചിൽ ഇരുത്തുകയും ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും കളിപ്പിക്കാതെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പോലും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ അന്ന് സലയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. സല അതിനൊക്കെ എതിരെ സംസാരിച്ചിട്ടുമുണ്ടായിരുന്നു. എന്തായാലും തന്നെ ആരോ ബോധപൂർവം ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള നിലയിലൊക്കെ സല സംസാരിച്ചിട്ടുണ്ട്. നിലവിൽ സല ഒരു പരിക്കിൻ്റെ പിടിയിലാണ്. കഴിഞ്ഞ ആഴ്ച ചാമ്പ്യൻസ് ലീഗിലെ ഒരു കളിയിൽ ഗലാക്ടാസറയ്ക്കെതിരെ ഉള്ള കളിയിൽ അദ്ദേഹത്തിന് മസിൽ ഇഞ്ചുറി ഉണ്ടായി. അതിൻ്റെ ചികിത്സയിലാണ്. എല്ലാ അർത്ഥത്തിലും അദ്ദേഹം ഇപ്പോൾ ആ ചികിത്സയിൽ നിന്ന് ചികിത്സിക്കുകയാണ്. ആ പരിക്കിൽ നിന്ന് പുറത്തു വരാനുള്ള ശ്രമത്തിലാണ്. ഒരു വലിയ ഇതിഹാസ യാത്ര ലിവർപൂളുമായിട്ട് ബന്ധപ്പെട്ട് അതൊരു വൈകാരികമായ യാത്ര കൂടിയാണ്. അദ്ദേഹം അത് കൃത്യമായി പറയുന്നുണ്ട്. ലിവർപൂൾ കേവലം ഒരു ക്ലബ്ബല്ല, അത് എൻ്റെ വീടാണ്, എൻ്റെ പാഷനാണ്, ഒരു ചരിത്രമാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ലിവർപൂളുമായി ബന്ധപ്പെട്ട് നിൽക്കാത്തവർക്ക് എനിക്കത് വാക്കുകളിലൂടെ വിവരിക്കാൻ കഴിയില്ല, വിവരണാതീതമാണ്. ലിവർപൂളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് മാത്രമേ ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ എന്നാണ് മുഹമ്മദ് സലാം പറഞ്ഞത്. എന്തായാലും അങ്ങനെ ഒരു മെസ്സി ബാഴ്സലോണ പോലെ അത്രയും വൈകാരികമായ ഒരു യാത്ര അവസാനിക്കുകയാണ്. ലിവർപൂളും മുഹമ്മദ് സലയും തമ്മിലുള്ള ആ ബന്ധം അവസാനിക്കുന്നതായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ഈ സീസണോടുകൂടിയാണ് അത് അവസാനിക്കുക. ഈ സീസൺ കൂടി മുഹമ്മദ് സല ലിവർപൂളിന് വേണ്ടി കളിക്കും. അതിനുശേഷം സല എങ്ങോട്ട് പോകും എന്നത് കാത്തിരുന്ന് കാണുക തന്നെ വേണം. എന്തായാലും എക്കാലത്തെയും വലിയ ഇതിഹാസ താരങ്ങളിൽ ഒരാളായിട്ടാണ് ലിവർപൂൾ സല വിടുന്നത്. റോമയിൽ നിന്ന് 2017 ഇറ്റാലിയൻ ക്ലബ്ബായ റോമയിൽ നിന്ന് സല ലിവർപൂളിൽ എത്തുന്നത്. അതിനുശേഷമുള്ളത് ഒരു ചരിത്രമാണ്. ആ ചരിത്രം അവസാനിപ്പിച്ചുകൊണ്ടാണ് ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും പേരുകേട്ട വലിയ കളിക്കാരനും ക്ലബ്ബും തമ്മിലുള്ള ബന്ധം ആണ്
ആണ് സലയും ലിവർപൂളും തമ്മിലുള്ളത്. അങ്ങനെ ഒരു ബന്ധം, അങ്ങനെ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും മുഹമ്മദ് സലാ ഇനി ഏത് ക്ലബിലേക്ക്, 33 വയസ്സാണ് മുഹമ്മദ് സലയ്ക്കുള്ളത്. അദ്ദേഹം ഈജിപ്തുകാരനാണ്, ഈജിപ്ഷ്യൻ ഇൻ്റർനാഷണലാണ്, അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഈജിപ്തിന് വേണ്ടിയാണ് കളിക്കുന്നത്. അദ്ദേഹത്തിന് ഇനി ഏതാനും വർഷങ്ങൾ, പരമാവധി 4-5 വർഷമാണുള്ളത്. 5 വർഷം അദ്ദേഹം ഏത് ക്ലബിൽ കളിക്കുമെന്നത് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ നമുക്ക് വ്യക്തമാവും.